ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. പച്ചക്കായ കൊണ്ടുള്ള കൂട്ടാനാണെന്ന്. നല്ലോണം മൂത്ത കായ ഉണ്ടായാലും പാകാവണതിന് മുമ്പ് ഒടിഞ്ഞു വീഴുന്ന വാഴക്കൊല എന്നുള്ള കായ കൊണ്ടൊക്കെ നമുക്ക് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്വാദുമാണ്. 5 കായ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ഉണ്ടാവും. കായ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. ഇനി തൊലി കളയാം. വേഗം ചീന്തിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ കായയുടെ തൊലി. ഈ പച്ച നിറമുള്ള ഭാഗവും കൂടി കളയാം. മൂക്കാത്ത ചില കായയ്ക്ക് ചവർപ്പ് പോലെ ഉണ്ടാവും, അതുകൊണ്ട് തൊലി മുഴുവൻ കളയാം. ആദ്യം തന്നെ തൊലി ചെത്തി കളഞ്ഞാൽ കൂടുതൽ കട്ടായി പോകും. അതുകൊണ്ടാണ് 2 സ്ട്രെച്ചായിട്ട് തൊലി കളയുന്നത്. എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നുറുക്കാം. വലിയ പീസസ് ആയിട്ട് നുറുക്കിയാൽ മതി. ഒരു കായ ഇങ്ങനെ 2-3 പീസസ് ആക്കാം. വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കായലത്തെ കറ പോയിക്കോളും. ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കാം. കുറച്ച് ഉപ്പ് ഇടും. ഇനി ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കറ മുഴുവൻ പോയിക്കോളും. 3 സബോള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ചേർക്കും നമ്മൾ, അപ്പോൾ ഇത്ര മതി. ഇഞ്ചി 2 ഇഞ്ച് കഷ്ണാക്കിയത്. ചെറിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതി. 2 തക്കാളി. വെള്ളം തിളയ്ക്കാൻ വെച്ചതിലേക്ക് കായ കഷ്ണങ്ങളിടാം. വേഗം വെന്തോളും. ഒന്ന് അടച്ചു വയ്ക്കാം. 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ വെന്തു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എല്ലാം നുറുക്കി വെച്ചു. സബോള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം ചെറിയ പീസസ് തന്നെ ആക്കണം. കായ വേവണ നേരം കൊണ്ട് നമ്മളെല്ലാം നുറുക്കി കഴിഞ്ഞു. കായ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. വെന്ത കഷ്ണങ്ങളാണ്. മാഷ് ചെയ്യാം. അപ്പോൾ നല്ലോണം കുഴഞ്ഞ പോലെയായി. ഇനി പൊടികൾ ചേർക്കാം. പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ലോണം മിക്സായി. പൊടികളും കായ വേവിച്ചതൊക്കെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ്. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൾറെഡി വെന്ത കായ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേവൊന്നുമില്ല. ഒന്ന് ക്രിസ്പിയായി വന്നാൽ മതി. ഇതാണ് നമ്മുടെ കൂട്ടാനിലെ കഷ്ണം. ഒരു സൈഡ് ഫ്രൈ ആയ പിന്നെ തിരിച്ചിടാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇതുപോലെ ഈ കായ മിക്സ് മുഴുവൻ വറുത്തെടുക്കണം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇഞ്ചി കഷ്ണങ്ങളും വെളുത്തുള്ളിയും പച്ചമുളക് കീറിയതും സബോളയും ഇത്രയും വഴറ്റിയെടുക്കാം. സബോള പകുതി വഴന്നു കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കാം. ഇത് സബോളയും തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായിട്ട് ഗ്രേവി ആയിട്ടും കായ ഫ്രൈ ചെയ്തത് കൂട്ടാൻ്റെ കഷ്ണമായിട്ടുള്ള കറിയാണ്. ഇനി 2 മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം. ആവിയിൽ വേവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആവട്ടെ. അടച്ച് വെച്ചിട്ട് 2 മിനിറ്റും കൂടി വെന്താൽ മതി. ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്. ഇനി ഇളക്കാം. ഇനി വെള്ളത്തിന് പകരം നമ്മൾ ചൂട് കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് കറിക്ക്. ഗ്രേവി എത്ര ലൂസാവണോ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ്സാണ് ഇവിടെ ഒഴിച്ചത് നമ്മൾ. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്തതിടാം. ഇനി വേവണ്ട. കൂടുതൽ നേരം തിളച്ച ഫ്രൈഡ് പീസസൊക്കെ വീണ്ടും സോഫ്റ്റായി പോകും.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ചെയ്ത കായക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണ് കൂടുതൽ സ്വാദ്. ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടെയും നല്ലതാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ കൊടുത്ത് ലൈക്ക് ചെയ്യുക. താങ്ക്